ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുകുന്ദനും അങ്കിതയും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. പ്രീത മേഡത്തെ കാണുന്നുണ്ട്. ഈ സമയം പ്രീത മേഡം ആണെങ്കിൽ അമ്മയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മുകുന്ദാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യണം, അത് സറോഗസിയുടെ ഒരു നിയമമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. അവളാണെങ്കിൽ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലല്ലെന്ന് പറയുമ്പോൾ അതൊക്കെ എങ്ങനെ ശരിയാവും, നിയമപ്രകാരം എല്ലാം മുന്നോട്ട് പോയല്ലേ കഴിയുള്ളൂ എന്നങ്ങനെ അങ്കിതയും പറയുന്നുണ്ട്. എന്തായാലും ആദ്യം കുഞ്ഞിനെ കാണാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഈ സമയത്താണെങ്കിൽ റൂമിൽ കുഞ്ഞിനെ വേണ്ടുവോളം പരിപാലിച്ചും അതുപോലെ തന്നെ ലാളിച്ചൊക്കെ ഇരിക്കുകയാണ് മീനാക്ഷി. അമ്മയുടെ കുഞ്ഞിന് പാല് വേണോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ ഏറ്റവും അടുത്ത് തന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് പ്രസന്നയ്ക്കാണെങ്കിൽ നന്നായി തന്നെ ഭയം തോന്നുന്നുണ്ട്. കാരണം മീനാക്ഷി കുഞ്ഞിനെ ഒരിക്കലും ഇനി വിട്ടുകൊടുക്കില്ലേ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. പിന്നീട് അവിടേക്ക് തുളസീധരൻ വരുന്ന അയാൾ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയും, അതെ, ഈ കുഞ്ഞിനെ കൊഞ്ചിക്കലൊക്കെ നിർത്തിക്കോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കാം. അച്ഛാ, അപ്പോൾ കുഞ്ഞ് എവിടെയെന്ന് നാട്ടുകാർ ചോദിച്ചാൽ എന്ത് പറയാനാ, ചാപിള്ളയാണെന്ന് പറയാൻ വേണ്ടി മര്യാദയ്ക്ക് ആ ചന്ദ്രമോഹനെ വിളിച്ചിട്ട് കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് തുളസീധരനാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് മുകുന്ദനും അങ്കിതയും വരുന്നത്. എന്നിട്ട് കുഞ്ഞിനെ കയ്യിലെടുക്കുന്നൊക്കെയുണ്ട്. അവർക്കാണെങ്കിൽ അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഒരു ജന്മസാഫല്യമാണ് അവിടെ പൂർണ്ണമായിരിക്കുന്നത്. അങ്ങനെ അങ്കിതയ്ക്ക് കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും അങ്കിതയും ഒരു അമ്മയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരാണെങ്കിൽ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നു. മുകുന്ദനും അങ്കിതയും കുഞ്ഞിനെ ഉമ്മ വെച്ച് മതിവരാത്തൊരവസ്ഥയിലാണ്. എന്തായാലും മീനാക്ഷി കുഞ്ഞിനെ വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. അതുപോലെ തന്നെ പ്രസന്നയ്ക്ക് ആ കാര്യം ഓർത്ത് നന്നായി തന്നെ പേടിയാവുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.